എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് ഫാത്തിമഗിരിയിലാണ്. അന്ത്യാളത്തിനടുത്ത്, പാലായിലെ അന്ത്യാളത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ് ഫാത്തിമഗിരി. ഇതൊരു കുരിശുമലയാണ്. അതുപോലെ തന്നെ നമുക്ക് ഉയരത്തിൽ നിന്ന് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. ഒരുപാട് താഴ്ന്ന സ്ഥലങ്ങൾ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈ ഉയരങ്ങളിലൊക്കെ വരുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ഉയരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് നമുക്കറിയാവുന്ന സ്ഥലങ്ങൾ, നമുക്കറിയാവുന്ന കുറേയേറെ സ്ഥലങ്ങൾ കാണും ഇവിടെ അടുത്തൊക്കെ. അപ്പം അത് ഏതെങ്കിലും ലാൻഡ്മാർക്ക് വെച്ച് അതേതാണ് ആ സ്ഥലം, അത് സ്പോട്ട് ചെയ്യുന്നതാണ് ആദ്യം ചെയ്യുന്ന കാര്യം. അപ്പം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങൾ, ഒന്ന് രാമൂരം പള്ളി കാണാൻ പറ്റി, അതുപോലെ തന്നെ പിഴക് പള്ളി. അത് വെച്ചിട്ട് ഏകദേശം നമ്മുടെ ഈ ഫാത്തിമഗിരി ഇരിക്കുന്ന സ്ഥലം നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞു. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ, രാവിലെ വന്നു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. അതുപോലെ തന്നെ മഴ ഉണ്ടെങ്കിൽ മഞ്ഞുണ്ടാവും, ചെറിയ കോട. എനിക്ക് തോന്നുന്നത് ഡിസംബർ സമയങ്ങളിലൊക്കെയാണ് കൂടുതലും കോട മഞ്ഞുണ്ടാകുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് നല്ല സൺസെറ്റ് നന്നായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു കൊല്ലം മുന്നേ ഞാൻ ഒരു കൊല്ലത്തിനും മുകളിലായി ആദ്യമായിട്ട് ഒരു ട്രാവൽ വീഡിയോ ചെയ്യുന്ന സമയത്താണ് ഇവൻ്റെ കൂടെ ലാസ്റ്റ് യാത്ര ചെയ്യുന്നത്. അന്ന് ഇഞ്ചത്തൊട്ട് ഞങ്ങൾ യാത്ര ചെയ്തപ്പം അന്ന് ആ ദിവസം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം വിളിച്ചിട്ട് ഇവൻ അവൈലബിളേ അല്ലായിരുന്നു. ഇന്നത്തെ ദിവസമാണ് അവനെ ഒന്ന് കൂടെ കിട്ടിയത്. അപ്പം എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ഇവനൊരു അത്യാവശ്യം സിനിമാ മോഹിയൊക്കെയാണ്. ഇവനെ വെച്ചൊരു ചെറിയ വീഡിയോ കണ്ടന്റ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള മനുഷ്യനാണ് ഞാൻ. അതുപോലെ ചിരിക്കണ്ട, അത് ചെയ്യും. ഇവനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നല്ലൊരു വീഡിയോ കണ്ടന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ കൂടത്ത് യാത്ര ചെയ്യുമ്പം കുറച്ച് ഇവൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, ചെറിയ പൊടിക്കൈകളൊക്കെ എടുത്തിടും. നല്ല രസമാണ്. നമുക്ക് ആ മൊമെന്റ് തന്നെ ഞാൻ കുറച്ചൊക്കെ എടുത്ത് വീഡിയോയ്ക്കകത്ത് ഇട്ടേക്കാം. അവൻ സംസാരിച്ചൊക്കെ. അപ്പം നമുക്കെല്ലാവർക്കും പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, പല പല ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു സുഹൃത്താണ് അരുണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എന്നാ പറയുന്നത്, ഒരു കൊല്ലത്തിന് ശേഷം ഒരുമിച്ചൊരു യാത്ര ചെയ്യുന്നതിൻ്റെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഫാത്തിമഗിരി ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ജെറിൻ്റെയും
ജോബിയുടെയും കൂടെയാണ്, ജെറിൻ്റെയും ജോബിയുടെയും കൂടെ ഒരു 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയം, 10ാം ക്ലാസ് +2 പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഫാത്തിമഗിരി വരുന്നത്. ഇവൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു നല്ലൊരു സ്ഥലമാണ്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന നമുക്ക് ഒരു 3-4 എത്ര മലകൾ കാണാടാ, ഇല്ല അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ ചിലപ്പോൾ 4 ലെയർ മലകളാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ അതിലേറെയുണ്ട്. അപ്പോൾ എത്രയും എണ്ണാൻ പറ്റത്തില്ല, പക്ഷെ എന്നാലും ഒരുപാട് ദൂരത്തേക്ക് നമുക്കുള്ള മലകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ കുരിശുമല ആയതുകൊണ്ട് കുരിശുകളൊക്കെ നാട്ടിയിട്ടുണ്ട്. കുരിശുമലയുടെ സമയങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. ഈ ഇടവക്കാരൊക്കെ കുരിശുമലയായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്, കുരിശിൻ്റെ വഴി നടത്തുന്ന ഇവിടെയാണ്. അതുപോലെ താഴെ ഒരു ഗ്രോട്ടോയുണ്ട്. പിന്നെ കയറി വരുന്നിടത്ത് ഒരു കപ്പേള പോലെ ചെറിയ ചാപ്പലുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു സ്ഥലമാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളെല്ലാം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ തന്നെ ഒരു സ്ഥലത്ത് പോകുന്നതിലല്ല, കൂടെ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോൾ അത് നമ്മൾ തമ്മിൽ കൺവേ ചെയ്ത് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം വേറെയാണ്. അപ്പം അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട യാത്രകളിൽ ഒന്നാണിത്. ചുമ്മാ ഇരിക്കും. അതായത് നമ്മളിപ്പോൾ ഈ വീടിനടുത്ത് ചുമ്മാ ഒരു നല്ല സ്ഥലം. നമ്മളിപ്പോൾ ഇവിടെ വീടിന് അടുത്തിരുന്ന് നമുക്ക് വാഗമണ് പോകാൻ പറ്റത്തില്ല, നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുമരകം പോകും, അവിടെ പോകാൻ പറ്റത്തില്ല, ആലപ്പുഴയ്ക്കും അവിടെ പോകാൻ പറ്റത്തില്ല. അന്നത്തെ കാര്യം മഴയാണ്. അന്നേരം പെട്ടെന്നൊരു കിട്ടിയ ഐഡിയ ആണ് നമുക്കൊന്ന് ഫാത്തിമഗിരിക്ക് പോയേക്കാം. പറഞ്ഞാൽ വണ്ടി എടുത്തു, നേരെ ഇങ്ങ് പോകുന്നു. നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴയുടെ ആ ഒരു കാലാവസ്ഥയൊക്കെ മാറി. പക്ഷേ എങ്കിലും ഇപ്പോൾ നല്ല തണുത്ത കാറ്റുണ്ട്, നല്ല സംസാരിക്കാനും നല്ലപോലെ ചിന്തിക്കാനും പറ്റിയൊരു നല്ലൊരു മൂഡാണ്. ചെറുതായിട്ടൊന്ന് മഴ പൊടിഞ്ഞായിരുന്നു, പക്ഷേ ആ മഴയൊക്കെ പോയി. എന്നാലും കാർമേഘമൊക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് ചിന്തിക്കാനും ചിരിക്കാനും സംസാരിക്കാനും പറ്റിയൊരു സ്ഥലം. അതായത് നമ്മൾ ഈ ചുമ്മാ ഇത്ര നാളെ ലോക്ക്ഡൗണൊക്കെ ആയിരുന്നു, ലോക്ക്ഡൗൺ മാറി, എന്നാലും നമുക്കൊരിക്കലും 10 പേര് 5 പേരോ കൂടുതൽ നമുക്ക് ഒരിക്കലും ട്രിപ്പ് പോകാൻ പറ്റത്തില്ല. പിന്നെ ഇങ്ങനെ ബൈക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളിൽ പോയി കുറച്ച് വർത്തമാനം പറഞ്ഞ്, കുറേ തമാശ പറഞ്ഞ്, കുറേ ഫോട്ടോ എടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സമയം പോവും. പിന്നെ കുറേ ചിന്തിക്കാൻ പറ്റും. ചിന്തിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് റിലാക്സേഷൻ ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം വീട്ടിൽ ഇരിക്കുന്നേക്കാളും വിധം ചുമ്മാ ഇരുന്ന് പുറത്തെ വഴികൾ നോക്കിയിരിക്കുമ്പം കുറേയേറെ ചിന്ത വരും. ആ ചിന്ത പകുതിയും നെഗറ്റീവായിട്ടുള്ള ചിന്തയായിരിക്കും. പക്ഷെ നമുക്കിവിടെ കയറി വന്നൊരു യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. അതായത് നമ്മുടെ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ മാറിയിട്ട് നമ്മൾ കുറേ ചിന്തിക്കും. ഈ മലകളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് വന്നിരുന്നാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ പറയുന്നൊരു ഡയലോഗ് അല്ലത്. കാരണം നമുക്കിവിടെ വന്നിരുന്ന് കാണുമ്പോൾ ഉള്ള ഒരു ഫീല്, അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, അതൊക്കെ ഒരു വേറെ ലെവലാണ്, വേറെ ഒരു രസമാണത്. അപ്പം എല്ലാവരും ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് കണ്ട് ഈ ഫീലുകളൊക്കെ ഒന്ന് അറിയുക. എല്ലാ സ്ഥലങ്ങളും ഒന്നും വിടണ്ട. ഓരോ വ്യൂ പോയിന്റിനും ഏകദേശം മലകളെല്ലാം ഒരുപോലെ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാ മലകൾക്കും അതിൻ്റേതായ വ്യത്യാസങ്ങളും കാണാൻ, ആ സ്ഥലങ്ങൾക്ക് പ്രത്യേകതകൾ, കാറ്റിൻ്റെ രീതികൾ, അങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എല്ലാ സ്ഥലങ്ങളും പറ്റുമെങ്കിൽ പോയി കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ മികച്ച ഒരു വീഡിയോയുമായി ഇനിയും നമുക്ക് കാണാം. അതുവരെ ഇംഗ്ലീഷ് ഒന്നും പറയുന്നില്ല, പറയാനും പറ്റത്തില്ല, അത് കോമഡി ആയിരിക്കും. അതുകൊണ്ട് ഇനിയും ഞങ്ങളുടെ വീഡിയോകൾ പ്രതീക്ഷിക്കുക. നിങ്ങൾ എപ്പോഴും യൂട്യൂബിൽ ഇരിക്കണമെന്ന് പറയല, ഞങ്ങളുടെ വീഡിയോസ് അല്ല ഇവൻ്റെ വീഡിയോസ് വരുമ്പോൾ ഏതായാലും നിങ്ങൾക്കൊരു ചെറിയ നിങ്ങൾക്കൊരു സന്ദേശം വരും ഉറപ്പായിട്ട്. ഞങ്ങളുടെ വീഡിയോ എത്തിയേ എന്ന് മൊബൈൽ തന്നെ പറയും. അപ്പോൾ എടുത്ത് കാണുക. നിങ്ങളുടെ സപ്പോർട്ട് മാത്രം പോരാ, വീഡിയോ കണ്ട് കളയരുത്. കാരണം വീഡിയോ കണ്ട് കളഞ്ഞിട്ടൊരു കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇരിക്കുമ്പോൾ പോരുക, ആ കണ്ട സ്ഥലങ്ങൾ പോരുക. പോന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു വീഡിയോ കണ്ട് പോകുന്നു, രണ്ടാമത്തെ പിന്നെ ഇതൊരു ഹാബിറ്റായിട്ട് മാറും. നമുക്ക് പോകണമെന്നൊരു ചിന്ത വരും, ചുമ്മാ ഇരിക്കുന്നേക്കാളും ഭേദം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ലൊരു വീഡിയോ വേണ്ടി ഇനിയും കാണാം. അപ്പം ടിൽ ദെൻ ബൈ.